ഫൈബ്രോയിഡ്സിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാമോയെന്ന് പലരും സംശയം ചോദിക്കുന്നുണ്ട്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ മോഡേണും വളരെ ഇഫക്റ്റീവുമായ ഒരു ട്രീറ്റ്മെൻറ്റാണ്. തുടയിൽ ഒരു IV ലൈൻ കടത്തി അതിലൂടെ മരുന്ന് കയറ്റി ഫൈബ്രോയിഡ് കരിച്ചു കളയുക. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നില്ലേ? ഇനി അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ ഒരു കമ്പാരിസൺ ഉണ്ട് വിത്ത് ഹിസ്ട്രോലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറി. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ്റെ ഏറ്റവും വലിയ ഗുണം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലൊരു പോറൽ പോലും ഏൽപ്പിക്കുന്നില്ല. വളരെ പേഷ്യൻ്റ് ഫ്രണ്ട്ലിയാണ്. എന്നാൽ ഹിസ്ട്രോസ്കോപ്പി വഴി ഫൈബ്രോയിഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള പോറലും ശരീരത്തിൽ ഏൽക്കുന്നില്ല. ലാപ്രോസ്കോപ്പി വഴി റിമൂവ് ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ ശരീരത്തിൽ 2-3 അര സെൻറ്റിമീറ്ററുള്ള മുറിവുകളുണ്ടാവും. ജനറൽ അനസ്തീഷ്യ വേണം താനും. രണ്ടാമത്തെ ആസ്പെക്ട് ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് ആണ്. ഈ ഹോൾ സർജറി വഴി ഏത് വലിപ്പമുള്ള ഏത് ലൊക്കേഷനിലുള്ള ഫൈബ്രോയിഡ്സും റിമൂവ് ചെയ്യും. എന്നാൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എല്ലാ ഫൈബ്രോയിഡ്സിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് വളരെ വലിയ ഫൈബ്രോയിഡ്സ്, പീരൻഗുലേറ്റഡ് ഫൈബ്രോയിഡ് എന്നിവയിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവരിലാണെങ്കിലോ കീഹോൾ സർജറിക്കാണ് അപ്പർ ഹാൻഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 30% പേരിലെങ്കിലും ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറയുന്നതായിട്ട് കാണാറുണ്ട്. ഇനി അവർ പ്രഗ്നൻ്റ് ആയാലോ പ്ലാസൻ്റ ഒട്ടിപ്പിടിക്കുക, പ്ലാസൻ്റ അക്രീറ്റ, യൂട്രൈൻ റപ്ചർ തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. നിങ്ങളുടെ പ്രായം, ഫെർട്ടിലിറ്റി സ്റ്റേറ്റസ്, ഫൈബ്രോയിഡിൻ്റെ വലിപ്പം, ലൊക്കേഷൻ തുടങ്ങിയവ കണക്കിലെടുത്ത് ഏതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സാ രീതി എന്ന്.